നമ്മൾ കുറെ കാലമായിട്ട് കാത്തിരുന്ന നമ്മളുടെ LSS റിസൾട്ട് ഇന്നലെ മെയ് 14-ാം തീയതി പബ്ലിഷ് ചെയ്തു അല്ലേ? പക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോഴും ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. പല മക്കൾക്കും റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സൈറ്റ് ഭയങ്കര ബിസിയാണ്, ഭയങ്കര ഹാങ് ആയിട്ടിരിക്കുകയാണ്. പരീക്ഷാഭവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള vpekerala.in ഭയങ്കര ബിസിയാണ്, ഭയങ്കര ഹാങ് ആണ്. കാരണം എല്ലാവരും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, നമുക്കും സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. പക്ഷേ കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ക്വാളിഫൈ ചെയ്ത കുട്ടികൾ നമ്മളെ അറിയിക്കുന്നുണ്ട് ക്വാളിഫൈ ചെയ്ത കാര്യം. സന്തോഷം, കൺഗ്രാജുലേഷൻസ്. വിജയിച്ച എല്ലാ മക്കൾക്കും കൺഗ്രാജുലേഷൻസ്. ഇനി ക്വാളിഫൈ ചെയ്യാത്തവർ അത് ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും അടുത്ത ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാം അല്ലേ? നമുക്ക് ഇനി ഒരുപാട് എക്സാമുകൾ ഇനി വരുന്നുണ്ട്. നമുക്ക് NMMS വരുന്നുണ്ട്, USS വരുന്നുണ്ട്, 5th എക്സാംസ് വരുന്നുണ്ട്, 6th എക്സാംസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി നമ്മളുടെ മുന്നിൽ നീണ്ടു കിടക്കുകയാണ് അല്ലേ? അപ്പം നമ്മൾ ഇനി അതിൽ ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞത് കഴിഞ്ഞു, അത് പോട്ടെ അല്ലേ? ഇനിയുള്ളത് എന്താണോ അതിലേക്ക് നമ്മൾ ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ വർഷത്തെ റിസൾട്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ LSS എക്സാമിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഫെബ്രുവരി 2025 നിങ്ങൾ എക്സാം എഴുതിയിരിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ എക്സാം എഴുതി. അതിൽ റിസൾട്ട് മെയ് 14-ാം തീയതി പബ്ലിഷ് ചെയ്തു. 1,08,421 കുട്ടികളാണ് എക്സാം എഴുതിയത്. ഇതിൽ 30,380 കുട്ടികളെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വിജയ ശതമാനം വളരെ കുറവാണ്. 28.02% ആണ് ഈ വർഷത്തെ വിജയ ശതമാനം. അപ്പം എല്ലാ മക്കൾക്കും ക്വാളിഫൈ ചെയ്യാനായിട്ടില്ല, അധിക കുട്ടികളും ക്വാളിഫൈ ചെയ്തിട്ടില്ല അല്ലേ? അപ്പം മിസ്സിന് ഇതേ പറയാനുള്ളൂ, ക്വാളിഫൈ ചെയ്യാത്തവർ അയ്യോ ഞാൻ LSS ക്വാളിഫൈ ചെയ്തില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇനി ഒരുപാട് എക്സാം ഉണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മളെ മുന്നിൽ വരുന്ന അടുത്ത ഓപ്പർച്യൂണിറ്റീസ് അടുത്തത് എന്താണോ അതാ സ്കൂൾ തുറക്കാനായി അല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ 5th കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റാക്കുക. ബേസിക്സ് ഒക്കെ അടിപൊളിയാക്കി നമ്മൾ സെറ്റാക്കുക അല്ലേ? നമ്മളെ മുന്നിൽ ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഇനി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ.